പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. നാം ഇന്ന് സങ്കീർത്തനങ്ങളെക്കുറിച്ചുള്ള പഠനം തുടരുകയാണ്. സങ്കീർത്തനങ്ങൾ ഇസ്രായേലിൻ്റെ പ്രാർത്ഥനാഗീതങ്ങൾ, ആരാധനാഗീതങ്ങൾ. കേവലം ഒരു ആരാധനാഗീതം എന്നതിനേക്കാൾ ഉപരി ഇസ്രായേലിൻ്റെ വിശ്വാസം, ധാർമ്മികത, ദൈവാനുഭവം ഇതെല്ലാം പ്രതിഫലിക്കുന്ന, ഇസ്രായേലിൻ്റെ ചരിത്രത്തോടൊപ്പം വളരുന്ന മതാത്മകതയുടെ പ്രതിഫലനമായിരുന്നു സങ്കീർത്തനങ്ങൾ എന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം മനസ്സിലാക്കി. ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കുക പ്രസിദ്ധമായ 51-ാം സങ്കീർത്തനം. 51-ാം സങ്കീർത്തനം നമുക്കറിയാം, അത് ദാവീദിൻ്റെ സങ്കീർത്തനമെന്ന് എല്ലാവരും സമ്മതിക്കുന്ന, കാരണം ഇതിൻ്റെ ശീർഷകത്തിൽ തന്നെ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഗായക സംഘ നേതാവിന് ദാവീദിൻ്റെ സങ്കീർത്തനം. ദാവീദ് ബത്ശേബയെ പ്രാപിച്ച ശേഷം അവനെ നാഥാൻ പ്രവാചകൻ സന്ദർശിച്ചപ്പോൾ പാടിയത് എന്ന് ഈ സങ്കീർത്തനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ശീർഷകം അങ്ങനെ പറയുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് ന്യായമായി മോഹിക്കാം ഇത് ദാവീദിൻ്റെ സങ്കീർത്തനം തന്നെ, സംശയമില്ല. ഇതിൻ്റെ പശ്ചാത്തലം സാധാരണഗതിയിൽ ഇതര സങ്കീർത്തനങ്ങളിൽ ഒന്നിലും തന്നെ ഇത്രയും വിശദമായൊരു ശീർഷകം മൂലകൃതിയിൽ കാണാനില്ല. എന്നാൽ ഇവിടെ വളരെ വിശദമായൊരു ശീർഷകത്തിൻ്റെ അകമ്പടിയോടെയാണ് സങ്കീർത്തനം അവതരിപ്പിക്കുക. അതുകൊണ്ട് ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം ഏത് എന്ന് ചോദിച്ചാൽ, സാമുവേലിൻ്റെ 2-ാം പുസ്തകം 11-ാം അധ്യായത്തിൽ വിവരിക്കുന്ന ദാവീദിൻ്റെ പതനകഥ. ദാവീദ് ഹിത്യനായ ഉറിയായുടെ ഭാര്യ ബത്ശേബയെ കണ്ട് ദുർമോഹിതനായി അവളുമൊത്ത് പാപം ചെയ്യുകയും ആ പാപത്തിൻ്റെ ഫലം മറച്ചു വയ്ക്കുവാനായി ഉറിയായെ ചതിയിൽ വധിക്കുകയും ചെയ്യുന്ന സംഭവമുണ്ട്. ആരും അറിയാതെ പാപത്തെ വിദഗ്ധമായി ഒളിപ്പിച്ചു വെച്ച് ദാവീദ് രാജസഭ വിളിച്ചുകൂട്ടി സകലരുടെയും മുൻപിൽ വീരസ്യം പറഞ്ഞു, അല്ലയോ ഇസ്രായേൽക്കാരെ, ഇസ്രായേലിന് വേണ്ടി ധീരമായി പൊരുതി വീരമൃത്യു വരിച്ച ഉറിയായെ നാം ഇതാ രാജ്യത്തിൻ്റെ അഭിമാനമായി പ്രഖ്യാപിക്കുന്നു. അവൻ്റെ കുടുംബം ഇനിമേൽ അനാഥമാകാൻ നാം അനുവദിക്കുന്നതല്ല. ഇതാ ഉറിയായുടെ വിധവയെ ഇസ്രായേലിൻ്റെ രാജ്ഞിയായി, അതായത് തൻ്റെ ഭാര്യയായി പ്രഖ്യാപിക്കുന്നുവെന്ന്. ജനമെല്ലാം നിർത്താതെ കൈയടിച്ചു. ദാവീദ് രാജാവ് നീണാൾ വാഴട്ടെ. ഇത്രയും പ്രജാക്ഷേമ തൽപരനായ മഹാനായ രാജാവ്. ഏതെങ്കിലും ഒരു പാവപ്പെട്ട പട്ടാളക്കാരൻ മരിച്ചാൽ അവൻ്റെ ഭാര്യയെ രാജ്ഞിപദത്തിലേക്ക് ഉയർത്തുന്ന പ്രജാക്ഷേമ തൽപരൻ. ഇങ്ങനെയൊക്കെയാണ് ജനം രാജാവിനെ വിലയിരുത്തിയത്. പക്ഷേ ദൈവം രാജാവിൻ്റെ മുമ്പിലേക്ക് നാഥാൻ പ്രവാചകനിലൂടെ വന്നിട്ട് ചോദിച്ചു, ദാവീദേ, ഇവിടെ അന്യായം നടന്നില്ല, ഇവിടെ കൊടിയ അന്യായം നടന്നില്ലേ? കാരണം ധനികനും ദരിദ്രനുമായ 2 മനുഷ്യൻ്റെ കഥ പറഞ്ഞ് നാഥാൻ പ്രവാചകൻ ഈ സംഭവം വിവരിക്കുന്നു. തൻ്റെ ആലയിൽ 10,000-കണക്കിന് ആടുമാടുകൾ ഉണ്ടായിരുന്ന ഒരു ധനികൻ അവൻ്റെ വീട്ടിൽ ഒരു അതിഥി വിരുന്നിന് വന്നപ്പോൾ അയൽവക്കത്തെ ദരിദ്രൻ അരുമയായി മകളെപ്പോലെ കരുതി പോറ്റി വളർത്തിയ ഒരു പെണ്ണാട്ടും കുഞ്ഞിനെ പിടിച്ചു കൊന്ന് തൻ്റെ അതിഥിക്ക് വിരുന്നൊരുക്കിയപ്പോൾ അതിൻ്റെ പിന്നിലെ അന്യായം രാജാവേ അങ്ങെന്തുകൊണ്ട് കാണുന്നില്ല എന്നാണ് നാഥാൻ്റെ ചോദ്യം. ദാവീദ് മറ്റുള്ളവൻ്റെ പാപം കാണുമ്പോൾ ആവേശഭരിതനാകും. സ്വന്തം പാപത്തെ മറച്ചു പിടിക്കുന്ന മനുഷ്യർക്ക് മറ്റുള്ളവരുടെ പാപങ്ങളെക്കുറിച്ച് വലിയ അസഹിഷ്ണുതയുണ്ടാവും എന്നുള്ളത് ഒരു പരമാർത്ഥം. ദാവീദും ഇതുപോലെ കഥയിലെ വില്ലനെതിരെ ഘോരമായി ഗർജിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റപ്പോൾ നാഥാൻ പറഞ്ഞു, ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു, നാണമില്ലേടോ രാജാവേ, ആലയിലെ 10,000-ങ്ങളെ മാറ്റിവെച്ചിട്ട് ദരിദ്രൻ്റെ പെണ്ണാട്ടും കുഞ്ഞിനെ പിടിച്ചു കൊന്ന് വിരുന്നൊരുക്കിയവൻ മറ്റാരുമല്ല, നീ തന്നെ. യു ആർ ദാറ്റ് മാൻ. നീ തന്നെ എന്ന് നാഥാൻ പറഞ്ഞത് ദാവീദിനെ പശ്ചാത്താപത്തിലേക്ക് നയിക്കും.
ഒരുപക്ഷെ ദാവീദിൻ്റെ ഹൃദയപരമാർത്ഥത നമ്മളവിടെ വീണ്ടും കാണുക. താൻ ഊരിയ വാളുമായി നിൽക്കുമ്പോൾ തൻ്റെ നേരെ കൈ ചൂണ്ടി തെറ്റുകാരൻ നീയാണ് എന്ന് പറഞ്ഞ പ്രവാചകനെ ദാവീദിന് ആ വാൾ കൊണ്ട് നിഷ്പ്രയാസം കൊല്ലാമായിരുന്നു. ആരും അറിയല്ല. തൻ്റെ മാനത്തിന് വില പറഞ്ഞു നിൽക്കുന്ന ഈ മനുഷ്യനെ വളരെ എളുപ്പത്തിൽ ദാവീദിന് ഇല്ലായ്മ ചെയ്യുക. പക്ഷേ ദാവീദ് അയാളുടെ തലയറക്കാനല്ല, തൻ്റെ ഹൃദയം കീറാനാണ് തീരുമാനിച്ചത്. ദാവീദ് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, ദൈവമേ എന്നോട് കരുണ തോന്നണമേ, ദയാപൂർവം എൻ്റെ പാപം മായിച്ചു കളയണം. സങ്കീർത്തകനായ ദാവീദ് പാപത്തിൻ്റെ മുമ്പിലെ രണ്ട് മനോഭാവങ്ങളെക്കുറിച്ചാണ് നമ്മുടെ മുമ്പിൽ ആദ്യമേ പറഞ്ഞു തുടങ്ങി. ഒന്നുകിൽ നിനക്ക് ഹൃദയം നുറുങ്ങി കരഞ്ഞ് എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് തിരുസന്നിധിയിലേക്ക് തിരികെ വരുന്ന രക്ഷയുടെ പാത തിരഞ്ഞെടുക്കാം. അതല്ല എങ്കിൽ സ്വന്തം പാപത്തെ മറച്ചു പിടിച്ച് ന്യായീകരിച്ച് താൻ പാപം ചെയ്തില്ല എന്ന് സ്ഥാപിക്കാൻ പരിശ്രമിച്ച് ഇനിയും വെളിപ്പെട്ടു പോയാൽ അത് തൻ്റെ കുറ്റം കൊണ്ടല്ല എന്ന് സമർത്ഥിച്ചുകൊണ്ട് നിനക്ക് സ്വയം നീതീകരണത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കാം. പാപിയുടെ മുമ്പിൽ രണ്ട് വഴികളുണ്ട്. ഒന്ന് സ്വയം നീതീകരണത്തിൻ്റെ നാശപാതയും, രണ്ട് ദൈവനീതീകരണത്തിൻ്റെ രക്ഷാപാതയും. ഏത് പാപിക്കും മുമ്പിലുള്ള യാഥാർത്ഥ്യം, തെറ്റ് സംഭവിക്കുക സ്വാഭാവികമായ വസ്തുത. എന്നാൽ തെറ്റിനെ സ്വയം ന്യായീകരിച്ചും നീതീകരിച്ചും മുമ്പോട്ട് പോകുന്ന മനുഷ്യൻ നാശത്തിലെത്തും. തെറ്റിനെ ദൈവസന്നിധിയിൽ ഹൃദയപൂർവ്വം ഏറ്റുപറഞ്ഞ് അനുതപിക്കുന്ന വ്യക്തി വിശുദ്ധീകരിക്കപ്പെടുന്നു. ഇതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനപരമായ ആധ്യാത്മികത എന്ന് പറയും. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രലോഭനം എന്ന് പറയുന്നത് സ്വയം നീതീകരിക്കാനുള്ള പ്രലോഭനം. പ്രലോഭനങ്ങളുടെ പ്രലോഭനം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന അതിനെയാണ്. സ്വയം നീതീകരിക്കുക, ഞാൻ തെറ്റുകാരനല്ല, ഞാൻ കുറ്റക്കാരനല്ല, അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ ചെയ്തത് ന്യായീകരിക്കാവുന്നതേ ഉള്ളൂ എന്ന മട്ടിൽ ചിന്തിക്കുക. അത്തരത്തിലുള്ള ആത്മനീതീകരണങ്ങൾ ദൈവനീതീകരണം അനുഭവിക്കുന്നതിന് തടസ്സമാണ്. ദാവീദ് തെറ്റ് ചെയ്തു, തെറ്റിനെ ഓർത്ത് അനുതപിച്ചു, അവന് അത് ദൈവം നീതിയായി പരിണമിപ്പിച്ചു എന്നത് സത്യം. ഈ ഒരു ദൈവനീതിയെക്കുറിച്ചാണ് നമ്മൾ ഈ 51-ാം സങ്കീർത്തനത്തിൽ മനസ്സിലാക്കുക. സമാനമായ ആശയങ്ങൾ പറയുന്ന 7 സങ്കീർത്തനങ്ങൾ ഉണ്ട് എന്ന് ഇതിനോടകം നമ്മൾ പഠിച്ചതാണ്. 7 അനുതാപ സങ്കീർത്തനങ്ങൾ ബൈബിളിലുണ്ട്. ഇതിനോടകം നമ്മൾ പഠിച്ചിട്ടുള്ള 6-ാം സങ്കീർത്തനം, തുടർന്ന് 32-ാമത്തെ സങ്കീർത്തനം, വീണ്ടും 38-ാമത്തെ സങ്കീർത്തനം, ഇത് കഴിഞ്ഞ് വരുന്ന 102-ാം സങ്കീർത്തനം, 130-ാം സങ്കീർത്തനം. ഇങ്ങനെ 7 സങ്കീർത്തനങ്ങളെയാണ് അനുതാപ സങ്കീർത്തനങ്ങൾ എന്ന് പറയും. ഈ അനുതാപ സങ്കീർത്തനങ്ങളുടെ മധ്യത്തിലുള്ള ഈ 7 അനുതാപ സങ്കീർത്തനങ്ങളുടെ നടുവിലുള്ള സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം. അതുകൊണ്ട് തന്നെ ഈ അനുതാപ സങ്കീർത്തനത്തിന് ഇതര അനുതാപ സങ്കീർത്തനങ്ങളെക്കാളും ആഴവും അർത്ഥ തലങ്ങളുടെ വ്യാപ്തിയുമുണ്ട് എന്ന് നമുക്ക് ന്യായമായും ഊഹിക്കാവുന്നതാണ്. സങ്കീർത്തകൻ പറയുന്ന ഈ കഥ ദാവീദിൻ്റെ പാപത്തിൻ്റെ കഥ മാത്രമാണോ ഇവിടെ പരാമർശ വിഷയം എന്ന് ചോദിച്ചാൽ പല ബൈബിൾ പണ്ഡിതന്മാരും ഇസ്രായേലിലെ മറ്റൊരു പ്രധാന പാപത്തിൻ്റെ അനുരണനങ്ങൾ ഈ സങ്കീർത്തനത്തിലെ പദപ്രയോഗങ്ങളുടെ പിന്നിൽ കണ്ടെത്തുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ പാപമായി കരുതപ്പെടുന്നത് കാളക്കുട്ടിയെ ആരാധിച്ചതാണ്. പുറപ്പാട് യാത്രക്കിടയിൽ മോശ മല കയറിപ്പോയിട്ട് ഇറങ്ങി വരാൻ വൈകിയപ്പോൾ മോശയ്ക്കും അവൻ്റെ ദൈവമായ യാഹ്വേയ്ക്കും എന്തെങ്കിലും സംഭവിച്ചു കാണുമായിരിക്കും, ഇനി നമുക്ക് വേറെ ദൈവങ്ങളെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ അഹ്റോൻ്റെ നേതൃത്വത്തിൽ വലിയൊരു മുന്നേറ്റം അവർ നടത്തി. ഓരോരുത്തരും അവരുടെ ആഭരണങ്ങൾ ഊരിയെടുത്ത് കാളക്കുട്ടിയെ ഉണ്ടാക്കി ആ കാളക്കുട്ടിയെ ആരാധിച്ച്
കാളക്കുട്ടിയെ ആരാധിക്കുന്ന ലൈംഗിക വിനോദങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞ ഒരു കഥ പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൽ വിവരിക്കുന്നു. ഈ സംഭവത്തിൽ ഉപയോഗിക്കുന്ന പദങ്ങളെല്ലാം, പാപത്തെ വിശേഷിപ്പിക്കാൻ അവിടെ ഉപയോഗിക്കുന്ന പദങ്ങൾ എല്ലാം തന്നെ ഇവിടെയും ഉപയോഗിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ സങ്കീർത്തനം വായിച്ചാൽ ദൈവത്തിൻ്റെ കരുണയെ വിശേഷിപ്പിക്കുന്ന പദങ്ങൾ, പല പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ. ഹാനാൻ എന്ന അർത്ഥത്തിലുള്ള ദൈവത്തിൻ്റെ കരുണ, ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്ന് പറയുമ്പോൾ ഉപയോഗിക്കുന്നത് ഹാനാൻ എന്നുള്ള ഹീബ്രു പദമാണ്. അവിടെ വിശേഷിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ കാരുണ്യത്തെയാണെങ്കിൽ, വീണ്ടും ദൈവത്തിൻ്റെ വലിയ സ്നേഹം, മാറ്റമില്ലാത്ത സ്നേഹം, അങ്ങയുടെ കാരുണ്യാതിരേകം എന്നൊക്കെ പറയുന്നത് ഹെസദ് എന്നുള്ള ഹീബ്രു പദമാണ്. വീണ്ടും ദൈവത്തിൻ്റെ വലിയ കാരുണ്യത്തെ സൂചിപ്പിക്കുന്ന പദമുണ്ട്. ദൈവത്തിൻ്റെ കമ്പാഷൻ എന്നൊക്കെ പറയുന്നത് ദൈവത്തിൻ്റെ ആ ഒരു ഹൃദയ അലിവിനെ സൂചിപ്പിക്കുന്ന പദം. ആ രീതിയിൽ റഹാമിം എന്ന് പറയുന്ന ഹീബ്രു പദം ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ സങ്കീർത്തനം തുടങ്ങുന്നത് വളരെ വലിയ ദൈവസ്നേഹത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട്, അതേസമയം പാപത്തെക്കുറിച്ചും ഇവിടെ പല വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. പാപത്തെക്കുറിച്ച് ഇവിടെ ഉപയോഗിക്കുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു നോക്കുക. എൻ്റെ അതിക്രമങ്ങൾ മായിച്ചു കളയണമേ, ഒന്നതാണ് അതിക്രമങ്ങൾ. എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ, പാപം രണ്ടാമത്തെ പദമാണ്. മൂന്നാമതായി പറയുന്നു, എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. അങ്ങേക്കെതിരായി, അങ്ങേക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു, അങ്ങയുടെ മുൻപിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു. അതിക്രമം, പാപം, തിന്മ, ഇങ്ങനെ മൂന്ന് പദങ്ങൾ. നോക്കുക, ദൈവത്തിൻ്റെ കാരുണ്യത്തെ, സ്നേഹത്തെ, മഹാമനസ്കതയെ സൂചിപ്പിക്കുന്ന മൂന്ന് പദങ്ങൾ, അതിന് വിരുദ്ധമായി മനുഷ്യൻ്റെ അവസ്ഥയെ സൂചിപ്പിക്കുന്ന മൂന്ന് പദങ്ങൾ. അതിക്രമം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് ഇവിടെ അവാൻ എന്ന വാക്കാണ്. അതുപോലെ തന്നെ ഇവിടെ തിന്മ, ഈവിൾ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് റാ എന്ന ഹീബ്രു പദമാണ്. വീണ്ടും ഇവിടെ നമ്മൾ വായിക്കുന്നു പാപം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് ഹത്ത എന്ന ഹീബ്രു പദമാണ്. അതായത് ദൈവത്തിൻ്റെ സ്വഭാവത്തെ വിശേഷിപ്പിക്കുന്ന മൂന്ന് പദങ്ങൾ, മനുഷ്യ സ്വഭാവത്തെ വിശേഷിപ്പിക്കുന്ന മൂന്ന് പദങ്ങൾ. ഈ മൂന്ന് പദങ്ങളെ പരസ്പര വിരുദ്ധമായി അവതരിപ്പിച്ചുകൊണ്ട് സങ്കീർത്തകൻ അനുതാപത്തിൻ്റെ ഒരു വലിയ അർത്ഥതലത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. അനുതാപം എന്ന് പറയുന്നത് ആത്യന്തികമായി ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും തമ്മിലുള്ള സംഘർഷമാണ്. അനുതാപത്തിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് ഈ ഒരു സംഘർഷമാണ്. ദൈവ സ്വഭാവം, കാരുണ്യം, സ്നേഹം, നിരന്തരമായ കരുതൽ ഉള്ള ദൈവ സ്വഭാവം ഒരു വശത്ത്, പാപം, അതിക്രമം, തിന്മ ഇവയിൽ മുഴുകിയ മനുഷ്യ സ്വഭാവം മറുവശത്ത്. ഒരുപക്ഷെ ഈ സങ്കീർത്തകൻ ദാവീദിൻ്റെ ഒരു പാപം എന്നുള്ളതിനേക്കാൾ ഉപരി പാപം ചെയ്യുന്ന ഏതൊരു വ്യക്തിയുടെ മാനസികാവസ്ഥയെയും ദൈവത്തിൻ്റെ കരുണാർദ്ര സ്വഭാവവുമായി താരതമ്യം ചെയ്ത് അവതരിപ്പിക്കാനാണ് ഈ സങ്കീർത്തനത്തിൽ ശ്രമിക്കുക. അതുകൊണ്ട് എന്താണ് അനുതാപം എന്ന് ചോദിച്ചാൽ സങ്കീർത്തകൻ്റെ ആദ്യ ഉത്തരം ഇതാണ്: ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ അനുതാപം. ദൈവം എത്രയോ നല്ലവനാണ്, ഞാൻ എത്രയോ തിന്മ നിറഞ്ഞവനാണ്. ഈ ഒരു തിരിച്ചറിവാണ് വാസ്തവത്തിൽ അനുതാപം എന്നാണ് സങ്കീർത്തകൻ പറഞ്ഞത്. അയ്യോ, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ പറ്റിപ്പോയല്ലോ എന്നുള്ള കരച്ചിലും നിലവിളിയുമല്ല. ഏതൊരു ശുദ്ധ അനുതാപത്തിലും ദൈവത്തിൻ്റെ യഥാർത്ഥ
സ്വഭാവം തിരിച്ചറിഞ്ഞവൻ്റെ വലിയ സന്തോഷം, ആനന്ദമുണ്ട് എന്നത് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം. ദൈവസ്വഭാവം തിരിച്ചറിഞ്ഞവൻ്റെ ഈ ഒരു ആനന്ദം അറിയുക എന്ന് പറയുന്നത് പരമപ്രധാനമാണ്. അപ്പോൾ അനുതാപം ആരംഭിക്കുന്നത് ദൈവം എത്രയോ നല്ലവൻ, ഞാൻ എത്രയോ തിന്മ നിറഞ്ഞവൻ എന്ന തിരിച്ചറിവിൽ നിന്ന്. ഈ രണ്ട് തിരിച്ചറിവ് ഒരുപോലെ വേണം. ഞാൻ പാപിയാണല്ലോ എന്ന് മാത്രം തിരിച്ചറിഞ്ഞവൻ അനുതാപത്തിലെത്തുന്നില്ല. ദൈവം നല്ലവനാണ് എന്ന് മാത്രം തിരിച്ചറിയുന്നവനും അനുതാപത്തിൻ്റെ വഴിയിലല്ല. അനുതാപത്തിന് ഈ രണ്ട് വൈരുദ്ധ്യങ്ങളെ ആഴമേറിയ അവബോധമായി ഒരു വ്യക്തി സ്വീകരിക്കുമ്പോഴാണ് അവൻ അനുതാപത്തിൻ്റെ വഴിയിലാണ് എന്ന് പറയാൻ സാധിക്കും. അതുകൊണ്ട് അനുതാപത്തിൻ്റെ ആദ്യ ആശയം ഇവിടെ സങ്കീർത്തകൻ പറഞ്ഞ് വയ്ക്കുകയാണ്. തൻ്റെ തന്നെ പാപാവസ്ഥയെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സങ്കീർത്തകൻ പറയുകയാണ്, അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോഴേ ഞാൻ പാപിയാണ്. ഇതിനെ സൂചിപ്പിക്കുക, ഇത് ജന്മപാപത്തെക്കുറിച്ചുള്ളൊരു വിദൂര സൂചനയായി പല സഭാപിതാക്കന്മാരും വ്യാഖ്യാനിക്കാറുണ്ട്. അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴേ ഒരു കുഞ്ഞ് പാപം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അങ്ങനെ ഒരു പാപമില്ല. കാരണം എന്താണ്? ഒരു കാര്യം പാപമാകണമെങ്കിൽ, ഒരു പ്രവൃത്തി പാപമാകണമെങ്കിൽ അത് പൂർണ്ണമായ അറിവോടെ, സമ്മതത്തോടെ, സ്വാതന്ത്ര്യത്തോടെ ചെയ്യുന്നവ മാത്രമേ പാപമാകൂ. അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിന് തിരിച്ചറിവോ അതിൻ്റെ സ്വാതന്ത്ര്യമോ കാര്യകാരണ വിവേചന ശേഷിയോ ഇല്ലാത്തത് കൊണ്ട് ആ കൊച്ച് പാപം ചെയ്തു എന്ന് പറയുന്നത് യുക്തിസഹമല്ല. പിന്നെ ഇവിടെ വിശേഷിപ്പിക്കുന്ന പാപം ഏത് എന്ന് ചോദിച്ചാൽ സഭാപിതാക്കന്മാർ പറയും, ഇതാണ് തിരുസഭ പഠിപ്പിക്കുന്ന ജന്മപാപം. മനുഷ്യപ്രകൃതിയുടെ പാപത്തിലേക്കുള്ള പ്രവണത, ആ ചായ്വ്, അതിനെ സൂചിപ്പിക്കുന്ന ജന്മപാപമാണ് ഇവിടുത്തെ ആത്യന്തികമായ വിഷയം. ആദിമാതാപിതാക്കളുടെ പാപത്തിലൂടെ മനുഷ്യപ്രകൃതിക്ക് കൈവന്ന പാപത്തിൻ്റെ സൂചനയായി ഈ വചനത്തെ വ്യാഖ്യാനിക്കാം. അപ്പോൾ ജന്മപാപം എന്ന് പറയുന്ന പിന്നീട് ആഗസ്തീനോസിൻ്റെ കാലത്ത് രൂപം കൊണ്ട ഒരു ദൈവശാസ്ത്ര പ്രമേയത്തെ സങ്കീർത്തനത്തിലേക്ക് ആരോപിക്കുന്നതിൻ്റെ യുക്തിഭദ്രതയെ ചോദ്യം ചെയ്യുന്ന പണ്ഡിതന്മാരുമുണ്ട്. പക്ഷേ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നതിൽ കാര്യമില്ല. കാരണം എന്ത് എന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ ഈ സങ്കീർത്തകൻ അറിയാൻ പാടില്ല താൻ ജന്മപാപത്തെക്കുറിച്ചാണ് പറയുന്നത് എന്ന്. പക്ഷേ ഗ്രന്ഥകർത്താവിന് പോലും അജ്ഞാതമായ ദൈവീക രഹസ്യങ്ങൾ ഈ ഗ്രന്ഥത്തിൻ്റെ യഥാർത്ഥ രചയിതാവായ പരിശുദ്ധാത്മാവ് ആ വചനത്തിൽ ഒളിപ്പിച്ചു വയ്ക്കാൻ ഇടയുണ്ട് എന്നും, അപ്രകാരം പരിശുദ്ധാരൂപി പറഞ്ഞവയുടെ യഥാർത്ഥ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നത് വെളിപാടിൻ്റെ പൂർണ്ണതയായ ഈശോമിശിഹായുടെ വരവോടുകൂടിയാണ് എന്നും തിരുസഭ പഠിപ്പിക്കുന്നുണ്ട്. അപ്രകാരം ഗ്രന്ഥകർത്താവിന് പോലും മനസ്സിലാകാതെ ചില അർത്ഥങ്ങൾ പരിശുദ്ധാത്മാവ് തിരുവചനത്തിൽ, വിശിഷ്യ പഴയ നിയമത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നും, അത് പുതിയ നിയമത്തിലെ വിശ്വാസ സത്യങ്ങളുടെ സൂചനകളായിരുന്നു എന്നും സൂചിപ്പിക്കുന്ന പദങ്ങളെ, വാക്യങ്ങളെയാണ് നമ്മൾ സെൻസൂസ് പ്ലേനിയോ അഥവാ പൂർണ്ണാർത്ഥം എന്ന പേരിൽ ദൈവശാസ്ത്രത്തിൽ വിളിക്കുക. ഇതിനോടകം നമ്മൾ വചനവ്യാഖ്യാന ക്ലാസ്സുകളിൽ ഇത് മനസ്സിലാക്കിയിട്ടുള്ള വസ്തുതയാണ്. ഉദാഹരണം പറഞ്ഞാൽ ഉൽപ്പത്തി 1:26 നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന വചനം വ്യാഖ്യാനിച്ചപ്പോൾ നാം പറഞ്ഞതാണ്, നമുക്ക് നമ്മുടെ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഉൽപ്പത്തി ഗ്രന്ഥകാരന് പോലും അറിയത്തില്ല എന്തിനാണ് ദൈവത്തെ വിശേഷിപ്പിക്കാൻ ഈ ബഹുവചന രൂപം ഉപയോഗിച്ചത്. പക്ഷെ ഇന്നിപ്പോൾ ദൈവത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം ഈശോമിശിഹായിലൂടെ വെളിപ്പെട്ട് കിട്ടിയപ്പോൾ അവിടുന്ന് ത്രിത്വമാണ് എന്ന സത്യം അറിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഉൽപ്പത്തി ഗ്രന്ഥത്തെ വായിച്ചാൽ നമുക്കറിയാം അത് പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചുള്ള ഒരു പരോക്ഷ സൂചനയായിരുന്നത്. അതാണ് ഈ പൂർണ്ണാർത്ഥം എന്ന് പറയുക. ഗ്രന്ഥകാരന് മനസ്സിലാകാത്ത അർത്ഥങ്ങൾ പരിശുദ്ധാരൂപി ഒരു പഴയ നിയമ വചനത്തിൽ ഒളിപ്പിച്ചിട്ടുണ്ടാകും. ആ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നത് അവയെ വിശ്വാസ സത്യമായി തിരുസഭ പഠിപ്പിച്ചു തരുമ്പോഴാണ് എന്ന് നാം തിരിച്ചറിയും. ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ
ഉത്ഭവഭാവത്തെക്കുറിച്ച് അറിവില്ലാത്ത സങ്കീർത്തകൻ ഈ ആശയം ഇവിടെ പരിശുദ്ധാത്മ പ്രേരണയാൽ ഉൾപ്പെടുത്തി എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ ഉത്ഭവഭാവം മാത്രമായിട്ട് ഈ വചന വ്യാഖ്യാനത്തെ ഒതുക്കുന്നതും സങ്കീർത്തകനോട് അന്യായം ചെയ്യുന്നതായിരിക്കുമെന്ന് നാം വിചാരിക്കുന്നു. അതായത് പാപത്തോടുള്ള മനുഷ്യൻ്റെ അടങ്ങാത്ത അഭിവാഞ്ചയെക്കുറിച്ചുള്ളൊരു സൂചനയായി ഇതിനെ മനസ്സിലാക്കാവുന്നത്. എപ്പോഴാണ്, എന്നു മുതലാണ് നമ്മിലേക്ക് ഈ പാപത്തോടുള്ള താല്പര്യം കടന്നു വന്നത് എന്നാലോചിച്ചാൽ നമുക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. നാം തിരിച്ചറിവായപ്പോൾ തന്നെ തിന്മയോടുള്ളൊരു താല്പര്യം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഉള്ളിൽ ശക്തിപ്പെടുന്നത് നാം എല്ലാവരും അനുഭവിച്ചറിഞ്ഞിട്ടുള്ള വസ്തുത. ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ സങ്കീർത്തകൻ പറയുന്നത് ശരിയാ. ഇത് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ, ഇത് ഉത്ഭവം മുതലേ, അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ മുതൽ ഈ പാപാസക്തി എൻ്റെ അസ്തിത്വത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് ചിന്തിക്കുന്നത് ന്യായമായ വസ്തുതയാണ്. അതുകൊണ്ട് ഉത്ഭവഭാവമായിട്ട് ഈ വചനത്തെ വ്യാഖ്യാനിക്കാം. അതല്ല, മനുഷ്യൻ്റെ അദമ്യമായ പാപാസക്തിയെക്കുറിച്ചുള്ള ഒരു സൂചന മാത്രമായും നമുക്ക് ഈ വചനത്തെ വ്യാഖ്യാനിക്കാവുന്നു. ഹൃദയ പരമാർത്ഥതയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആകയാൽ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ. തുടർന്ന് സങ്കീർത്തകൻ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കും. പാപത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യൻ എന്തു ചെയ്യണം? ദൈവസന്നിധിയിൽ പാപത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള വിശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വിധേയമാണ്. അതാണ് സങ്കീർത്തകൻ പറയുന്നത്, ഹീസോപ്പ് കൊണ്ടെന്നെ പവിത്രീകരിക്കണമേ, ഞാൻ നിർമ്മലനാകും. എന്നെ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാക്കും. എന്നെ സന്തോഷഭരിതനാക്കണമേ. അവിടുന്ന് തകർത്ത എൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ. എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ. എൻ്റെ അകൃത്യങ്ങൾ മായിച്ചു കളയണമേ. വാസ്തവത്തിൽ പാപി തൻ്റെ പാപത്തെയും ദൈവത്തിൻ്റെ നന്മയെയും തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ, തൻ്റെ പാപാവസ്ഥയുടെ ഭീകരത മനസ്സിലാക്കി കഴിയുമ്പോൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരികയും പാപം ഏറ്റുപറയുകയും വിശുദ്ധ ജലത്താൽ തന്നെ തന്നെ കഴുകി ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു എന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. നമുക്കറിയാം, പുതിയ നിയമത്തിൽ ഈശോ വിശുദ്ധ കുരിശിൽ തൻ്റെ തിരുരക്തത്താൽ മനുഷ്യകുലത്തിൻ്റെ പാപത്തെ മുഴുവനും കഴുകി വിശുദ്ധീകരിക്കും. ആ കുരിശിലെ ബലിയുടെ വരപ്രസാദം നേരിട്ട് വിശ്വാസികൾക്ക് ലഭ്യമാകുന്ന അവസരങ്ങളാണ് കൂദാശ. പാപസങ്കീർത്തനം നടത്തി കുമ്പസാരം നടത്തുമ്പോൾ ആത്യന്തികമായി സംഭവിക്കുന്നത് എന്താ? ഈശോ മിശിഹായുടെ കുരിശിലെ തിരുരക്ത അതേ പ്രകാരം അനുതപിക്കുന്ന പാപിയിലേക്ക് ഒഴുകിയെത്തി അവനെ പാപമാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധീകരിച്ച് അവനെ ദൈവമകനായി ദൈവമകളായി പുനഃപ്രതിഷ്ഠിക്കുന്ന അനുഭവമാണ് കുമ്പസാരത്തിൽ സംഭവിക്കുക. സമാനമായ സത്യമാണ് സങ്കീർത്തകനും പറയുന്നത്. പാപം ചെയ്തവൻ ദൈവത്തിൻ്റെ വിശുദ്ധ ജലത്താൽ കഴുകപ്പെടുന്നു. മഞ്ഞിനേക്കാൾ അവൻ വെണ്മയുള്ളവനാകുന്നു. ദൈവം അവനെ വിശുദ്ധീകരിക്കുന്നു. തീർന്നില്ല. തുടർന്ന് സംഭവിക്കുന്നത്, ദൈവം നിർമ്മലമായൊരു ഹൃദയം സൃഷ്ടിക്കുന്നു. ഇവിടെ സൃഷ്ടിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ക്രിയ ഹീബ്രു ക്രിയ ബാറ എന്ന ക്രിയ. ബാറ എന്ന ഈ ക്രിയ ഇതിനു മുമ്പ് പഴയ നിയമം ഉപയോഗിക്കുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടി വിവരണം നടത്തുമ്പോഴാണ്. സൃഷ്ടി വിവരണം നടത്തുമ്പോൾ ദൈവം പറയുന്ന വസ്തുതയാണ് ഈ ബാറ. അതായത് മനുഷ്യന് പാപത്തെ വെടിഞ്ഞ് പുതിയ ജീവിതം നയിക്കാനുള്ള ഹൃദയം നൽകുക എന്നത് ദൈവത്തിന് മാത്രം സാധ്യമായ കാര്യം. സൃഷ്ടി ദൈവത്തിന് മാത്രം സാധ്യമായ കാര്യമായതുകൊണ്ട് മനുഷ്യൻ്റെ പാപത്തിൽ നിന്നുള്ള വിശുദ്ധീകരണം അത് ദൈവത്തിന് മാത്രം സാധ്യമായ യാഥാർത്ഥ്യമാണ് എന്ന സത്യം കൂടി സങ്കീർത്തകൻ പറഞ്ഞു തരിക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ പാപത്തെ ഞാൻ തന്നെ അങ്ങ് പരിഹരിച്ചോളാം എന്നാരും വിചാരിക്കരുത്. പാപത്തെ ഇല്ലാതാക്കി നമ്മുടെ ഹൃദയത്തെ പുനഃസൃഷ്ടിക്കാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മിലേക്ക് അയക്കാനും കഴിയുന്നത് ദൈവമായ കർത്താവിന്
മാത്രമാണ്. പരിശുദ്ധാത്മാവിനെ അയക്കുന്നു എന്ന് പറയുമ്പോൾ അരൂപിയാണ് ബൈബിളിൻ്റെ കാഴ്ചപ്പാടിൽ സൃഷ്ടി നടത്തുന്നത്. ആഴങ്ങൾക്ക് മീതെ ദൈവത്തിൻ്റെ ആത്മാവ് ചലിച്ചുകൊണ്ടിരുന്നു. ആ ദൈവാത്മാവിൻ്റെ ചലനമാണ് ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിയെ രൂപപ്പെടുത്തിയത് എന്ന് ഉൽപ്പത്തി ഗ്രന്ഥം ആദ്യമേ തന്നെ പറഞ്ഞു വെച്ചതാണ്. ആ സൃഷ്ടി നടത്തിയ അതേ ആത്മാവിനെ ദൈവം മനുഷ്യ ഹൃദയത്തിലേക്ക് നിക്ഷേപിക്കുമ്പോൾ മനുഷ്യൻ പുതിയ സൃഷ്ടിയായി മാറുന്നു എന്ന വലിയ സത്യമാണ് സങ്കീർത്തകൻ ഇവിടെ പറഞ്ഞു വയ്ക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അനുതാപം അതാണ് പാപത്തിനുള്ള പരിഹാരം. അനുതപിക്കുന്ന പാപി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിനാൽ ആ വ്യക്തി പാപമില്ലാത്ത വിശുദ്ധന് തുല്യം പരിഗണിക്കപ്പെടുന്നു. ഈശോയുടെ തിരുവചനം ഓർമ്മിച്ചാൽ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തുന്നത് അനുതപിക്കുന്ന പാപിയാണ്. അനുതപിക്കുന്ന പാപിയോടുള്ള ദൈവത്തിൻ്റെ കരുതലുള്ള സ്നേഹത്തിൻ്റെ സാക്ഷ്യമാണ് ഈ സങ്കീർത്തനം. അപ്രകാരമുള്ള കരുതലുള്ള സ്നേഹം അനുഭവിക്കാൻ അനുതാപത്തിലൂടെ ആഗ്രഹിക്കുക എന്നാണ് സങ്കീർത്തകൻ്റെ ആഹ്വാനം. ദൈവം അനുഗ്രഹിക്കട്ടെ. കോഴ്സുകളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾക്ക് ദ ഡയറക്ടർ, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ്, സന്ദേശഭവൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 70, തലശ്ശേരി 670101. ടെലിഫോൺ 0490 2344727 2343707. ഇമെയിൽ alfits@gmail.com. വെബ്സൈറ്റ് www.alphathalassery.com. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, തിയോളജിയ, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട് 673-528. ഫോൺ 0496 266 4600.